തോമാച്ചോ, ഞായറാഴ്ച ആയിട്ട് പള്ളിയിലൊന്നും പോകുന്നില്ലേ? ഇല്ലടോ. അതെന്ത് പറ്റി? ഞായറാഴ്ച പള്ളിപ്പോക്ക് മുടക്കാറുള്ളതല്ലോ. പള്ളിയിൽ ഇപ്പൊ പാട്ട് പാടുന്നില്ലെന്ന് തീരുമാനിച്ചു. പാട്ട് പാടി ആരാധിക്കാൻ പറ്റിയില്ലേ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? അങ്ങനെയൊന്നും ഞാനും ഇനി പള്ളിയിൽ പോകുന്നില്ല. എന്താടാ കുഞ്ഞാ നീ ഇന്ന് പള്ളിയിൽ പോകാത്തെ? ഭയങ്കര ഇഷ്ടമാണോ? എന്റെ ഈ സൗണ്ട് കാണും വീട്ടിൽ പോലും പാടാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ആരാധനയ്ക്ക് പോയി പാടി ആരാധിക്കാൻ പറ്റും ചെന്നപ്പോൾ അവിടെയും പാട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ ഞാൻ IPL കാണാൻ പോകുന്നു. എന്താ ഇപ്പൊ പാട്ട് പാടണ്ടെന്ന് പറയാൻ കാരണം? എന്താ പറയുക, ഒരു കൂട്ടർക്ക് പഴയ പാട്ട് വേണം, ഒരു കൂട്ടർക്ക് പുതിയ പാട്ട് വേണം. അപ്പൊ എന്താ ചെയ്യുക? ബാബുവേ, നീ അതിരാവിലെ എവിടോട്ടായി വേഗത്തിൽ? ചർച്ചിലേക്കാ പോണേ. ഇവിടെ കുറച്ചു പേർക്ക് പഴയ പാട്ട് മതിന്ന്, പുതിയ പാട്ട് വേണ്ടാന്ന്. കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ട് ചർച്ചിലേക്ക്. ജീവിച്ചിരിക്കുമ്പം ബാബു ജീവിച്ചിരിക്കുമ്പം നടക്കില്ല. ബാബു പറഞ്ഞു കേട്ടോ? കേട്ടു. ഇവരെ പോലുള്ളവരെ കുറിച്ചാ പൗലോസ് പറഞ്ഞു അന്ത്യകാലഘട്ടത്ത് ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ടുണ്ടാകുമെന്ന്. നിങ്ങളുടെ പാസ്റ്റർ ന്യൂജനാണോ പഴഞ്ചനാണോ? അദ്ദേഹത്തിന് ഏത് പാട്ടാ വേണ്ടേ? ഞങ്ങളുടെ പാസ്റ്റർക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ദൈവനാമം മഹത്വപ്പെടുന്ന ഏത് പാട്ടാണെങ്കിലും പാസ്റ്റർക്ക് കുഴപ്പമില്ല. ഈ പ്രശ്നത്തിന് ഇനി എന്താ ഒരു പരിഹാരം? ഇപ്പൊ പാസ്റ്റർ മുന്നോട്ട് വെച്ചേക്കുന്ന ഒരു നിർദ്ദേശം, പഴയ പാട്ടുകാർക്ക് രാവിലെയും പുതിയ പാട്ടുകാർക്ക് വൈകിട്ടും ആരാധന നടത്താമെന്നാണ് പാസ്റ്റർ ഇപ്പൊ വിചാരിക്കുന്നത്. പള്ളിയിലെ ഓരോരോ അവസ്ഥകളെ എങ്ങനെ നടന്നിരുന്ന പള്ളിയാ. പാട്ടല്ലടോ നന്നാവേണ്ടത്, പാടുന്ന നീയും നിന്റെ മനോഭാവങ്ങളുമാണ് നന്നാവേണ്ടത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ.